Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Okay. Prayer ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? Prayer. ഞാൻ ചെയ്യാം മാം. Okay, okay. തമ്മനെ ചെയ്തോളൂ. Good evening, ma'am. Good evening, friends. Dear God, dear God, dear God, dear God, in my work, in my play, let me not forget you pray. In my work, in my play, let me not forget you pray. Dear God, dear God, dear God, dear God. Thank you, ma'am. നന്നായിരുന്നു കേട്ടോ. Ma'am. Okay. നല്ല മഴയാണല്ലേ? മഴ പെയ്യുന്നുണ്ടോ? ഭയങ്കര മഴ. Yes, miss. നല്ല മഴയാണല്ലേ? Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? Co-curricular activities അല്ലേ മാം? co-curricular activities ഫുള്ള് പറഞ്ഞായിരുന്നു അല്ലേ? Okay. The next one, self-government in schools ആണ് കേട്ടോ. നിങ്ങൾ ആദ്യം ഒന്നത് റീഡ് ചെയ്യുക. മൈൻഡിൽ ആദ്യം റീഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താണ് മനസ്സിലായതെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. പറയുന്നത് തെറ്റായിക്കോട്ടെ, യാതൊരു പ്രശ്നമില്ല. പറയാതിരിക്കരുത് കേട്ടോ. വായിച്ചു കഴിഞ്ഞതിന് ശേഷം തമ്പ് ചെയ്യാം. Ma'am. ഷെറിൻ എന്താ പറഞ്ഞേ? ഗുഡ് ഈവനിങ് മാം എന്ന് പറഞ്ഞതാ. ഓക്കെ ഓക്കെ, ഗുഡ് ഈവനിങ്.
വീണ ജയേഷ് വായിച്ചു കഴിഞ്ഞോ? വീണ വീണ Yes, ma'am. Yes, ma'am. ഓക്കെ. എന്താ വീണ മനസ്സിലായത് വായിച്ചപ്പോ? Ma'am, you're asking about the self-government in schools, isn't ma'am? യെസ്. Yes, it means in every school, especially in secondary schools, people are accurately associated with administration of discipline as well as with the health. ഇപ്പോൾ ഇവിടെ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, കൂടാതെ ഹെൽത്ത്, സ്പോർട്സ്, ഡ്രാമ, പിന്നെ വേറെയും സ്കൂൾ ആക്ടിവിറ്റീസിൽ അതിൽ ഇൻക്ലൂഡ് ആകുമെന്നാണ് പറയുന്നത്. Such an association will make conformity rules and regulations more real. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് എന്താ പറയാ, ചില റൂൾസ് ഒക്കെ നമ്മൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് മറ്റുള്ള ആക്ടിവിറ്റീസിലൂടെ തന്നെ. And it will be meaningful and willing than when the same is enforced from above. ഏതൊരു കാര്യവും പ്രാവർത്തികമാക്കേണ്ടത് എന്താ പറയാ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ഫ്രം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവര് നമ്മൾക്ക് മാതൃകയായാലേ മറ്റുള്ള സബോർഡിനേറ്റ്സിനും വി ക്യാൻ ഒബേ ഇറ്റ് ഇൻ എ കറക്റ്റ് വേ. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് this sharing of authority and responsibility with sympathetic and friendly teachers will provide first of all, ഏതൊരു കാര്യവും നടപ്പിലാക്കണമെന്ന് തോന്നുമ്പോൾ we have to implement it to ഗുഡ് ടീച്ചേഴ്സ്. അതായത് സബോർഡിനേറ്റേഴ്സിനോട് കുറച്ചുകൂടി ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടീച്ചേഴ്സിനായിരിക്കും ആദ്യം അത് നമ്മൾ പങ്കുവെക്കുക. അല്ലാതെ കുറച്ച് എന്താ പറയാ, കുറച്ച് ഹാർഷായി പെരുമാറുന്നവരോട് വി കാൺട്ട് ഡു ദാറ്റ്, because that person must maintain a friendly relationship to everyone. And practical training in democratic citizenship, which is the real aim of modern education. And practical training means democratic citizenship. I don't understand that much, ma'am. Better ma'am ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് ഐ തിങ്ക് സോ. ഞാൻ പറഞ്ഞോളാം, വീണക്ക് അറിയാവുന്നത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ മാം. സോ ഇവിടെ ഇപ്പൊ എനിക്ക് മനസ്സിലായത്, ഏതൊരു കാര്യവും ഫസ്റ്റ് നമ്മൾ ആലോചിക്കുമ്പോൾ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുമ്പോൾ അത് ആപ്റ്റ് ആയ പേഴ്സണിന് വേണം ആദ്യം ഹാൻഡ് ഓവർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കിയത്. ആ ആള് നല്ല രീതിയിൽ, അത് ഒരാൾക്ക് വ്യക്തമായില്ലെങ്കിൽ കൂടിയും ആ ആള് അത് നല്ല രീതിയിൽ ആ ആളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് വേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ പ്രാപ്തിയുള്ളതാക്കി എടുക്കും എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെറ്റുണ്ടെങ്കിൽ മാം പ്ലീസ് ഫോർഗീവ് മീ. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഏകദേശം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്കൂളുകളില് നമ്മള് സ്റ്റുഡൻസിന് എന്താ പറയാ, പഠനത്തോടൊപ്പം തന്നെ, അതായത് അവരുടെ സ്റ്റഡീസിനോടൊപ്പം തന്നെ സ്പോർട്സ്, അതുപോലെ തന്നെ ഡ്രാമ, ഹെൽത്ത്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ അവരെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കണം. നമുക്കറിയാലോ, അതായത് ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ പ്രോപ്പർ ആയിട്ട് എഡ്യൂക്കേഷൻ മാത്രമായിരിക്കില്ല കൊടുക്കുന്നത്, അതിനു പുറമെ മറ്റു പല ആക്ടിവിറ്റീസിലും കുട്ടികളെ പങ്കെടുപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്കൂള് എൻകറേജ് ചെയ്യാറുണ്ട്. അതിപ്പോ സ്പോർട്സ് ആയാലും, അല്ലെങ്കിൽ എന്താ പറയാ ഡ്രാമ, അല്ലെങ്കിൽ എന്താ പറയാ ഹെൽത്ത് പോലുള്ള ഹെൽത്തിന്റെ ആക്ടിവിറ്റീസ്, അങ്ങനെ എന്താ പറയാ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു കുട്ടികളിൽ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഓക്കെ, അതാണ് സെൽഫ് ഗവൺമെന്റ് ഇൻ സ്കൂൾസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മള് ടീച്ചേഴ്സിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ, അതായത് അവരോടൊപ്പം കോർഡിനേറ്റ് ചെയ്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവർക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റീസ് കൂടും. ഓക്കെ, ഇപ്പോ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ നടക്കാറുണ്ട് അല്ലെ. അതിനകത്ത് സ്റ്റുഡൻസ് ധാരാളം ഇൻവോൾവ് ചെയ്യിക്കാറുണ്ട്. ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും അവരുടെയൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ക്യാമ്പയിനിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നതിലൂടെ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ അതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് കിട്ടുകയാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ നടക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ് പറയാം. അതുപോലെ തന്നെ നമുക്ക് പേടിക്കേണ്ട ഭയങ്കരമായിട്ട് ഭയാനകമായിട്ടുള്ള ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ക്യാമ്പയിനുകളൊക്കെ നടക്കുമ്പോൾ ധാരാളം ആളുകൾ അതിനകത്ത് പങ്കെടുക്കുന്നു.
കുട്ടികൾ ഇതൊക്കെ കേൾക്കുന്നു, കുട്ടികൾ അതൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിനെ കുറിച്ചൊരു അവയർനെസ് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് കിട്ടും അല്ലെ? നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ കുറെ അധികം വായിച്ച് മനസ്സിലാക്കുന്നതിന് പകരം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, അതില് അറിവുള്ളവരായി തീരുവാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി നമുക്ക് കൂടുവാണ്. നമ്മുടെ ഫാമിലിയോടായാലും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയോടായാലും നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പോ ഇത്തരത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എല്ലാവരും സ്ക്രീനിന് മുന്നിലാണ് അല്ലെ? മൊബൈൽ ആയാലും അതുപോലെ മറ്റ് പല കാര്യങ്ങളുമായിട്ട് എൻകറേജ് ചെയ്തിരിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ തലമുറ, ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചില ആക്ടിവിറ്റീസിലൂടെ അവരെ സൊസൈറ്റിക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു സിറ്റിസൺ ആക്കി എടുക്കുക എന്നുള്ളതും സ്കൂളിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ നമ്മള് ആക്ടിവിറ്റീസ് കൊടുത്താൽ മാത്രമാണ് കുട്ടികൾ അതിനകത്ത് എൻകറേജ് ആവുക. അതുപോലെ തന്നെ അവർക്ക് വളരാനായിട്ട് സാധിക്കുക. ഒരു സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നല്ലൊരു സിറ്റിസൺ ആക്കിയെടുക്കുക എന്നുള്ളതും സ്കൂളിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഇപ്പോഴത്തെ കുട്ടികൾക്കും പണ്ടത്തെ കുട്ടികൾക്കുള്ള വ്യത്യാസം എന്താ? അതായത് നിങ്ങളുടെ ജനറേഷൻ ഒന്ന് ഓർക്കുക, ഇപ്പോഴത്തെ ജനറേഷൻ ഒന്ന്, അതിനെ തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻസ് തോന്നുന്നത്? എന്തെങ്കിലും തോന്നാറുണ്ടോ? ക്യാച്ച് ചെയ്യും. എന്താണ് ഒരാള് പറയൂ? ഇപ്പോഴത്തെ കുട്ടികളെല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അല്ലെ? ഓക്കെ, ശരിയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ ഫിയർ എന്നൊരു കാര്യമില്ലാന്ന് തോന്നിയിട്ടുണ്ട്. അവർ കുറച്ചുകൂടെ ബോൾഡ് ആണ്. അവരുടെ എല്ലാ സ്റ്റാൻഡിലും അവർ ബോൾഡ് ആണ്. പണ്ടൊക്കെ ഞങ്ങൾക്കൊന്നും അത്ര ഒരു ബോൾഡ്നെസ് ഇല്ല. മേ ബി ഇന്നത്തെ ആ ഒരു സിറ്റുവേഷൻസ് അവർ പലതും മീഡിയാസിലൂടെയൊക്കെ കണ്ട് അവർ സ്വയം അങ്ങനെ ആകുന്നതാവാം. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ബോൾഡ്നെസ് ഇച്ചിരി കൂടുതലാണെന്ന് ഇപ്പോഴും. കൂടുതലാണ് അല്ലെ? ഓക്കെ ഓക്കെ, ശരിയാണ് പറഞ്ഞത്. പിന്നെന്താ? അതുപോലെ മാം അവരുടെ ആക്ടിവിറ്റീസിനൊക്കെ മുൻപന്തിയിലാണ്. ഇപ്പം ഈവൻ നമ്മളൊക്കെ പണ്ട് പഠിക്കുമ്പോൾ ഒരു പാട്ട് പാടുക അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഫിയർ അല്ല, ഒരു സ്റ്റേജ് ഫ്രൈറ്റ് ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. അതേപോലെ അവർ ഒരു പടി മുന്നോട്ട് ഡെവലപ്ഡ് ആണ്. ക്ലാസ്സിലാണെങ്കിലും നമ്മളെക്കാൾ മുമ്പ് അവർക്ക് കാര്യങ്ങളെല്ലാം ഇപ്പൊ മൊബൈലും ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ പറ്റി അവർക്കൊരു നോളജ് ഉണ്ട്. ഓക്കെ, നൗഫല എന്താണ് പറയാൻ വന്നത്? നൗഫല, ഞാന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും സഹിക്കാനുള്ള ഒരു മനഃശക്തി ഇല്ല. അതെ, ശരിയാണ്. ഡ്രോബാക്ക് എന്താണ് ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്താ? കളിക്കാനൊന്നും പോക്കൊക്കെ കുറവാണ്. ദേഷ്യം ഉണ്ടല്ലേ? ശരിയാണല്ലേ? ഭയങ്കരമായിട്ട് ഒരു ദേഷ്യപ്പെടുന്നത് കാണാനായിട്ട് പറ്റൂല നമുക്ക്. പിന്നെ അവര് വിചാരിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സിനോട് നമുക്ക് ക്ലാസ് റൂമിൽ ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. നമ്മളൊക്കെ ടീച്ചേഴ്സൊക്കെ എന്ത് പറഞ്ഞാലും നമ്മളത് കേട്ടോണ്ട് നിൽക്കും. ഇപ്പോഴാണെങ്കിലും അവരെന്ത് പറഞ്ഞാലും ഒരു ചെറിയ വഴക്കാവട്ടെ നമ്മുടെ നല്ലതിന് വേണ്ടിയാ, നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് തീരെയില്ല. എസ്പെഷ്യലി ഹൈസ്കൂൾ തൊട്ട് ഹയർ സെക്കൻഡറി വരെ അവര് നമ്മളെ ഒരു പെട്ടെന്ന് ഇനിമിയാക്കി കളയും. നല്ലൊരു കാര്യം പറയുന്ന പോലും അവർക്ക് ഇഷ്ടമല്ല. അവര് നേരെ അതൊരു പ്രതികാര ഭാവത്തിലൂടെയാണ് പിന്നെ നമ്മളെ കാണുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്കൊരു അനുഭവം അവിടെ ഉണ്ടായി. കാരണം 2 വട്ടം വാൺ ചെയ്യുന്ന കാര്യം 3ാമത്തെ വട്ടം കൂടെ പറഞ്ഞാൽ തീർന്നു. അതും ബോയ്സിനല്ല, ഗേൾസിനാണ് പ്രശ്നം. അവര് പിന്നെ അപ്പോഴേ ടീച്ചർ ചേഞ്ച് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ ഭയങ്കര ആ ഒരു മെന്റാലിറ്റി അവർക്ക് ഭയങ്കര മോശമാണ്. ആ ഒരു അടി എന്നുള്ളൊരു ഇപ്പോഴും അത് വേണമായിരുന്നു. സത്യം, അതിപ്പോ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളൊരു മാഷിനെ കണ്ടാൽ തന്നെ ഒരു വടിയൊക്കെ, ആ ഒരു പേടി, ഒരു എല്ലാം നമുക്കുണ്ട്. അവരോട് റെസ്പെക്റ്റ് ഉണ്ട്, പേടിയുണ്ട്, ഇഷ്ടമുണ്ട്, പേടിച്ച് പഠിക്കും, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോഴും ആ അടി എന്ന് പറയുന്ന സിസ്റ്റം മാറ്റിയത് അത് ഭയങ്കര ഒരു ഡ്രോബാക്ക് തന്നെയാണ്. ഫിയർ എന്ന് പറയുന്നത് പോസിറ്റീവ് സെൻസിൽ എടുക്കുന്നത് പോലെ തന്നെ നെഗറ്റീവ് സെൻസിലും എടുക്കാം. ഒന്നിനെയും ആരെയും എന്തിനേയും പേടിയില്ല ഇപ്പത്തെ കുട്ടികൾക്ക്. എക്സ്പീരിയൻസ് ഉണ്ടോ? എന്താണോ ചോദിക്കുന്നത്? അതെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ സ്കൂളില്
ആ അത് കുഴപ്പമില്ല. ഇപ്പം റീസെന്റ് ആയിട്ട് നടന്നാണ്. അതും 8ാം ക്ലാസ്. ദിവ്യ പറയൂ. ദിവ്യ റീജ ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. അല്ല ദിവ്യ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത്. എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു അനുഭവം നമുക്ക് ടീച്ചേഴ്സിന് പൊതുവേ വന്നു. ഞാനിപ്പോ പറഞ്ഞ പോലെ 8th സ്റ്റാൻഡേർഡിലെ കുട്ടികള്, കേൾക്കാവോ മാം? എന്റെ വോയിസ് ക്ലിയർ ആണോ? അവരോട് ആകെ ഗേൾസ് സ്കൂളാണ്, ഇസ്ലാമിക് സ്കൂളാണ്. എന്നിട്ടും അവരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ പലവട്ടം വാൺ ചെയ്ത കാര്യങ്ങളുണ്ട്. കുറച്ച് റൂൾസ് ഉണ്ടല്ലോ നമ്മുടെ സ്കൂളിൽ, ഇന്ന സ്ഥലത്തോട്ട് പോവരുത്. അപ്പൊ അവരിവിടെ കുറച്ച് അടിച്ചു പൊളിക്കാൻ വന്നിരിക്കുന്ന ടീംസാണ്. മനസ്സിലായോ? ബോയ്സ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ മൈൻഡോടുകൂടി വന്ന പിള്ളേർ. അപ്പൊ നമ്മള് സ്നേഹത്തോട് ഒരു വട്ടം പറഞ്ഞു, 2 പറഞ്ഞു. ആകെ ക്ലാസ് തുടങ്ങിയിട്ട് എത്ര ദിവസമായി. എന്നിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. അപ്പൊ അവർക്ക് നമ്മൾ പഠിപ്പിക്കുന്ന, ഞാൻ ബയോളജി ഇംഗ്ലീഷും ആണ്, ഇംഗ്ലീഷ് മെയിൻ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അവർക്ക് ബയോളജി ടീച്ചർ മാറണം, മലയാളം ടീച്ചർ മാറണം. അങ്ങനെ നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നവരൊന്നും അവർക്ക് പറ്റില്ല. കളിച്ച് ചിരിച്ച് ആ ഒരു ദേഷ്യവും ഇതും അവരൊരു കാണിക്കുന്നുണ്ട്. നമ്മളത് പൊതുവെ ഇപ്പൊ മീറ്റിംഗ് കഴിഞ്ഞ് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അതൊരു വലിയ ടാസ്ക് ആണ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് റെസ്പെക്ട്, അതുപോലെ തന്നെ സ്നേഹം, അറ്റാച്ച്മെന്റ് ടീച്ചേഴ്സിനോട് എന്താ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? സ്നേഹമില്ല എന്ന് പറയാൻ പറ്റില്ല ടീച്ചറെ. കാരണല്ലേ, ഈ കുട്ടികൾക്ക് സ്നേഹമുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ അവരുമായിട്ട് നമ്മൾ അവരുടെ വൈബിനൊത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അവരുമായിട്ട് എന്തെങ്കിലും ഒന്ന് തെറ്റിയാല് ആ സ്നേഹം അവര് നമ്മളടുത്ത് കാണിക്കൂല. എനിക്ക് എന്നോട് കുട്ടികൾക്ക് ഭയങ്കര, ഞാന് പഠിച്ചിറങ്ങിയ പാടാണ് ഞാൻ പാരലൽ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടായത്, +1 +2. അപ്പൊ ബോയ്സാ കൂടുതല്, 42 ബോയ്സും 3 ഗേൾസും ആയിരുന്നു. അപ്പൊ ഈ ബോയ്സിനൊക്കെ, കാരണം ഞാൻ പഠിച്ചിറങ്ങിയതായോണ്ട് ഞാനും എൻ്റെ ഒരു വൈബ് അവരെ വൈബായിട്ട് മാച്ച് ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ സീനിയർ ടീച്ചർ ഉണ്ടാവില്ലേ, അവരെ ഒന്നും അവർക്ക് ഇഷ്ടമല്ല, ഈ ബോയ്സിന് ഇഷ്ടമല്ല. കാരണം അവരിങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. ഞാനധികം ഉപദേശിക്കാൻ പോവാറില്ല. അതുകൊണ്ട് ഈ ടീച്ചേഴ്സിനെ അവർക്ക് ഇഷ്ടമായില്ല. എന്നിട്ട് ഞാൻ വരുന്ന സമയത്ത്, ഞാൻ ഖത്തറിലേക്ക് വരുന്ന സമയത്ത് ഇവർക്കൊക്കെ വിഷമായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ടെന്നുള്ള രീതിയിലായിരുന്നു. അത് മിസ് പോയാ പിന്നെ കോളേജിൽ ഇതേ പോയി എന്നാ പറയാ. അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. രണ്ടും ഉണ്ട് മാം, സ്നേഹവും ഉണ്ട്, ഇപ്പോഴത്തെ ഇതുകൊണ്ട്. അങ്ങനെ നോക്കി അങ്ങനെയുള്ള കുട്ടികളുണ്ട് കേട്ടോ. ഇപ്പൊ 9th ക്ലാസ് ടീച്ചറാണ് ഞാൻ. അവിടെ ഗേൾസേ ഉള്ളൂ, അവരുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആണ്. 7th ഉണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ചിലവരിപ്പോ ഈ പിള്ളേർ പുതിയതായിട്ട് വന്നോണ്ടുള്ളൊരു ഇതാവാം മേ ബി. അതിനെ ഒന്ന് ലെവലാക്കി ഓക്കെ ആക്കി എടുക്കണം കുട്ടികളോട് തന്നെ. പറഞ്ഞോളൂ. കുട്ടികൾ അങ്ങനെ ആവണതിന്റെ മെയിൻ റീസൺ വീട്ടിലുള്ള പാരന്റ്സ് ആണ്. ഇന്നിപ്പോ പാരന്റ്സിന്റെ കയ്യിൽ നല്ല ക്യാഷ് ഉണ്ട്, സോഷ്യൽ എഫക്റ്റീവ്നെസ് ഉണ്ട്. അവര് സമൂഹത്തിൽ ഇറങ്ങി പൊളിറ്റിക്കൽ ആയാലും എന്ത് ചെയ്യാൻ ഞങ്ങളുണ്ട് എന്നൊരു സപ്പോർട്ടാണ് വീട്ടിൽ നിന്ന് കൊടുക്കുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ടീച്ചറെ അനുസരിക്കണം എന്ന് വേഗം പാരന്റ്സ് പറയും. എന്റെ അമ്മയച്ഛനൊക്കെ എങ്ങനെയായിരുന്നു. ഇപ്പൊ എന്റെ മോനെ ഞാൻ 2 സ്കൂളിൽ നിന്ന് മാറ്റിയത് ഇവരുടെ ബിഹേവിയർ കൊണ്ടാണ്. ടീച്ചേഴ്സിന് നമ്മളെ സ്കൂൾ മാനേജ്മെന്റിൽ കിട്ടണ ഡൊണേഷന്റെ പ്രൈസും അതില് ആരാണോ കൊടുക്കുന്നത് കൂടുതല് ആ ആൾക്ക് സപ്പോർട്ടീവ് ആയിട്ടാ നിൽക്കാം. കുട്ടിയുടെ തെറ്റ് അവര് പറയണില്ല. അത് ടീച്ചർമാർക്ക് ചേർന്നതല്ല ശരിക്കും. അത് ടീച്ചർ നന്നായി പഠിപ്പിക്കും. പക്ഷെ ഈ ഒരു ബിഹേവിയർ കുട്ടി കണ്ടു പഠിക്കണം എന്നുള്ള ആ ഒരു രീതി എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ് ഇന്ന് കുട്ടികൾ ഇത്രയും തെറ്റിലേക്ക് പോണത്. ടീച്ചേഴ്സ് സ്കൂളിൽ വരുമ്പോഴേ കുട്ടികളെ കാണുള്ളൂ. ടീച്ചേഴ്സ് കൊടുക്കണ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ഉള്ള അറ്റ്മോസ്ഫിയർ വീട്ടിലാണ് ഒരുക്കേണ്ടത്. ആ മൂല്യങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ വീട്ടിലെ അച്ഛനും അമ്മയെ പഠിപ്പിക്കണം. ഇന്ന് അതല്ല സ്ഥിതി. നീ അത് ചെയ്തോ, ഞങ്ങള് ചെയ്തോളാം എന്നൊരു സപ്പോർട്ടാണ് അച്ഛൻ കൊടുക്കണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ കുട്ടി നന്നാവില്ല. പല അനുഭവത്തിൽ കൂടിയാ പറയണത്. നേരത്തെ അങ്ങനെ ശരിയാണ് പ്രസി. കാരണം ഈ 8ാം ക്ലാസ്സിലെ ഞാൻ ഈ പറഞ്ഞതില് ഒരു ടീമിന്റെ പേരൻസ് അങ്ങനെയാണ് കേട്ടോ. നമുക്കത് മനസ്സിലായി. കാരണം അവര് പറയുന്ന, അവര് സ്കൂള് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മക്കളെ ഇവിടെ ആക്കിയതാണ്.
മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എങ്ങനെയുണ്ട്, അതായത് ഇവിടെ എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് മിക്സഡിൽ പോവാ അവർക്ക്. മനസ്സിലായോ? എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പൊ അവരുടെ ഫസ്റ്റ് ആണ് അവർ ഇങ്ങോട്ട് വരുന്നത്, മിക്സഡിലൊക്കെ പഠിച്ച കുട്ടികളായിരിക്കും. ഒരു ഇസ്ലാമിക് സ്കൂൾ എന്ന് പറയുമ്പോൾ കുറച്ച് അതിൻ്റെതായ റെഗുലേഷൻസും കാര്യങ്ങളും എന്നാ ഫ്രീഡവും ഉണ്ട്. ഇപ്പൊ എനിക്ക് അതാ ഓർമ്മ വന്നത്. അതെ, ഒരു കുട്ടിക്ക് എന്തോരം മൂല്യം ഉണ്ടെന്ന് കാണാതെ കുട്ടിയുടെ കയ്യില് 20,000 മൊബൈല് കൊടുത്തു കഴിഞ്ഞാല് അതാണ് സ്റ്റാറ്റസ് ആയിട്ട് കാണുന്നത് പാരന്റ്സ്. അതാണോ വേണ്ടത്? കുട്ടിയുടെ ശരീരത്തിന്റെ മൂല്യല്ലേ കാണേണ്ടത്? അത് കാണാൻ തയ്യാറല്ല പാരന്റ്സ്. പാരന്റ്സ് എന്ന് നന്നാവണോ അന്ന് കുട്ടികൾ ശരിയാവും. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. പറക്കാൻ ചിറക് കൊടുത്തിട്ടുള്ള എന്റെ ഇപ്പോഴത്തെ ഒരു സ്കൂളിൽ ഒരു അനുഭവം ഇപ്പൊ പറയും. ഈ കുട്ടിന്റെ ഭയങ്കര ഡ്രോബാക്ക് ആയിട്ട് ഇവര് ഒരേ ലീവ് ആവുന്നതായിട്ടും ഇങ്ങനെ എന്തൊക്കെയോ എഫ്ഐആർ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പാരന്റ്സിനെ വിളിച്ചപ്പോ ആ പാരന്റ് ടീച്ചറോട് പറഞ്ഞതാ, ഞാൻ എന്റെ കുട്ടിക്ക് പറക്കാൻ വേണ്ടിട്ട് ചിറക് കൊടുത്തതാ, അവള് പറക്കട്ടെ. അങ്ങനെയാ പറഞ്ഞത് അല്ലേ? ഓക്കെ. നിങ്ങൾ ഇതിനകത്ത് ഏതൊരു ചാപ്റ്ററില് നമ്മുടെ PG-യിലാണോ അല്ലെങ്കിൽ ഡിപ്ലോമയിലാണോ എന്നറിയില്ല, ഇപ്പോ പാരന്റ്സിനെ കസ്റ്റമേഴ്സ് ആയിട്ടാണ് കാണുന്നതെന്ന് ഏതൊരു വേർഡ് ഇതിനകത്ത് അധികം ഓർക്കുന്നില്ല. ഡിപ്ലോമയിലാണെന്ന് തോന്നുന്നു. ഡിപ്ലോമ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് പാരന്റ്സിനെ കസ്റ്റമേഴ്സ് ആയിട്ടാണ് കാണുന്നതെന്ന് സ്കൂള് മാനേജ്മെന്റ്. അതിനകത്ത് എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? കസ്റ്റമേഴ്സ് ആയിട്ടല്ലേ കാണുന്നേ? സ്കൂൾ മാനേജ്മെന്റ് ആണോ? കേട്ടോ, സ്കൂൾ മാനേജ്മെന്റിനാണ് അല്ലേ? ഓക്കെ. അപ്പോ അതിനകത്ത് പറയുന്നുണ്ട് കസ്റ്റമേഴ്സ് ആയിട്ടാണ് കാണുന്നത് അല്ലെ? കാരണം മുമ്പ് ഞാൻ മറ്റേ ബാച്ചുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എടുത്ത ബാച്ചുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ മുമ്പെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ടത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇപ്പൊ കുട്ടികളുടെ പാരന്റ്സ് ആണെങ്കിൽ പേടിച്ചാണ് നിൽക്കുക ടീച്ചേഴ്സിന് മുമ്പിൽ. ചിലപ്പോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടായിരിക്കാം പാരന്റ്സിനെ ടീച്ചേഴ്സ് വിളിപ്പിക്കുന്നത്, അപ്പൊ ഒരു പേടിച്ചു വരച്ചിട്ടായിരിക്കാം നിൽക്കുന്നത്. പക്ഷെ ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ? ടീച്ചേഴ്സ് ആണ് പേടിച്ചു നിൽക്കുന്നത്, അവിടെ പാരന്റ്സ് ആണ് കിങ്സ് എന്ന് പറയുന്നത്. കാരണം പാരന്റ്സ് എന്ന് പറയുന്നത് വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അവരുടെ കയ്യിൽ എന്താ പറയാ ധാരാളം പണമുണ്ട്, സോഷ്യൽ സ്റ്റേറ്റസ് ഉണ്ട്. അപ്പോ ഇതൊക്കെ കണ്ട് ആര് പേടിക്കണം? ടീച്ചേഴ്സ് പേടിച്ചു നിൽക്കണം. അപ്പൊ ഒരു കടയിൽ നമ്മൾ എങ്ങനെയാണോ സാധനം വാങ്ങാനായിട്ട് പോകുന്നത്, അത് അവരെങ്ങനെയാണോ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് സ്കൂളിലെ മാനേജ്മെന്റും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ, കസ്റ്റമേഴ്സ് ആയിട്ടാണ്. അപ്പൊ അതിനകത്ത് അതൊക്കെയായിട്ട് നമുക്ക് ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു ഇതിനായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഞാൻ +2 പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ ഒരു കാര്യം പറയാൻ കാരണം, ഈ ഒരു 2 ദിവസം മുമ്പാണ് +2-ന്റെ ഒരു ഗ്രൂപ്പിൽ എന്നെ ആഡ് ആക്കിയത്. എന്റെ നമ്പർ ആര് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അധികം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അധികം ഞാൻ എന്താ പറയാ, ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു +2 വരെ. ഒരു 1ാം സ്റ്റാൻഡേർഡ് തുടങ്ങി +2 വരെ ഇൻട്രോവേർട്ട് ആയിരുന്നു. പിന്നീടാണ് കുറച്ചുകൂടി സംസാരിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ഒരു ഞായറാഴ്ചയാണ് എന്റെ പുതിയൊരു ഗ്രൂപ്പ് വന്നേക്കുന്നത് മൊബൈലിൽ. അപ്പൊ നോക്കിയപ്പോ 2009 ബാച്ച് എന്ന് പറഞ്ഞാണ് ഗ്രൂപ്പിന്റെ പേര് കിടക്കുന്നത്. അപ്പൊ ആരാണ് നമ്പർ കൊടുത്തതെന്നൊന്നും അറിയില്ല. അപ്പോ ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാല് റീയൂണിയൻ വെക്കാനാണ്. ഓക്കെ, നിങ്ങളൊന്ന് ഓർക്കണം, 15 വർഷം മുമ്പാണ് +2 കഴിഞ്ഞത്. 16 വർഷമായി ഇപ്പൊ +2 കഴിഞ്ഞിട്ട്. അപ്പോ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇതിനകത്ത് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, ഒരു 5-6 പേരുണ്ട്. എല്ലാവരെയും കൂടി ഒന്ന് കാണണം, പണ്ടത്തെ ഓർമ്മകളൊക്കെ പുതുക്കണം എന്ന് പറഞ്ഞ് ആലോചിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അവരുടെ ഒരു ഇതിലാണ് ഒരു ദിവസം കൊണ്ട് ഒരു 4 പേരെന്തോ കിട്ടാനുള്ളൂ. 62 പേരുണ്ടായിരുന്നു +2-ല് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്, ആ ഒരു ക്ലാസ് മൊത്തം. അപ്പൊ അവരെ എല്ലാവരെയും കൂടി ഒന്ന് കിട്ടി ആ ഒരു റീയൂണിയൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കിട്ടേണ്ട തത്രപ്പാടുകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പില് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് വന്നോണ്ടിരിക്കുമല്ലോ ഗ്രൂപ്പ് ആവുമ്പോൾ. അപ്പൊ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്,
സാറ് വരുമ്പോൾ പേടിച്ച് നിൽക്കുന്നു. അതായത് ഞങ്ങളുടെ ഒരു സാർ ഉണ്ടായിരുന്നു, സാർ എടുത്ത സബ്ജക്ട് പൊളിറ്റിക്സ് ആയിരുന്നു. പൊളിറ്റിക്സ് എടുക്കുന്ന അതായത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ കൂടിയായിരുന്നു. സാറ് വരുമ്പോൾ ഭയങ്കരമായിട്ട് വിറവല് വരും. ഓക്കെ, എനിക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു ഗ്രൂപ്പിലൊക്കെ ആഡ് ആക്കിയപ്പോൾ ഇവരുടെ മെസ്സേജ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിറവലാണ് വന്നത്. കാരണം പറയാനായിട്ട് പേടിയാവുന്നു. പണ്ടത്തെ ആ ഒരു +2 കാലഘട്ടത്തിലേക്ക് ഞാൻ പോയി. കാരണം സാറുമാര് വരുന്നു, ഈ സാറിന് ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ. സാറ് വരുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരിക്കുക, 4 പേരുണ്ട് ഞങ്ങള്. ഓക്കെ, ഞങ്ങൾ 4 ഗേൾസ് ഉണ്ട്, ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരുത്തുക. അപ്പൊ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ ഈ സാറ് വന്നിട്ട് എന്ത് ചെയ്യുമെന്നോ, ബെഞ്ചിന്റെ അറ്റത്തായിട്ട് ഇരിക്കും. ഡെസ്ക് ഉണ്ടല്ലോ, ബെഞ്ചിലുണ്ടോ, ഡെസ്കിന്റെ ഒരറ്റത്തിരിക്കും. എന്നിട്ട് ബുക്ക് അടച്ചു വെക്കാനായിട്ട് പറയും. എന്നിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കലാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഇങ്ങനെ കണ്ണ് എങ്ങോട്ടാണ് പോകണ്ടതെന്ന് അറിയാൻ പറ്റില്ല, ഇടയ്ക്കിട്ടൊക്കെയാണ് ചോദിക്കുക. ഇതില്ല, ഒരു എന്താ പറയാ, ഓർഡർ ഇല്ല, മറിച്ച് ഇങ്ങനെ കാണുന്നവരോടൊക്കെ ഇങ്ങനെ. അപ്പൊ നമ്മൾ ഇങ്ങനെ പേടിച്ചാണ് ഇരിക്കുക. എപ്പോഴാണ് നമ്മളോടുള്ള ചോദ്യം? അതെ, എപ്പോഴാണ് ചോദ്യം? എല്ലാരും പഠിച്ചു വെക്കൂട്ടോ, കാരണം പേടിയാണ്. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും ഉണ്ടാകാൻ എനിക്ക് അറിയില്ല കേട്ടോ. ഞാനും എന്റെ മോന്റെ ജനറേഷനായിട്ടൊക്കെ കണക്ട് ആകുമ്പോൾ അത്രയൊന്നും പേടിയേ ഇല്ല പിള്ളേർക്ക് ഇപ്പൊ. പക്ഷെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്ന കാലം വരുന്നുണ്ട്. വടി ഉണ്ടാവും സാറിന്റെ അടുത്ത്, പക്ഷെ അത് ആവശ്യമെങ്കിൽ മാത്രം സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് എടുത്തിട്ടാണ് വരിക. ഓക്കെ, അപ്പൊ ഞാനിപ്പോ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്രയും എന്താ പറയാ, നമ്മള് എന്താ പറയാ പേടിച്ചിരുന്ന ടീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അവരോടുള്ള റെസ്പെക്ട് വേറെയാണ്, സ്നേഹമുണ്ട്, റെസ്പെക്ട് ഉണ്ട്, പേടിയുണ്ട്. ഇതൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ആയിരുന്നു എന്റെ ജനറേഷൻ എന്ന് പറഞ്ഞാല്. ഇപ്പോഴും 62 പിള്ളേർക്കും ഭയങ്കര പേടിയാണ് സാറിനെ. ഇപ്പൊ പേടിയൊക്കെ കുറച്ച് മാറിയിട്ടുണ്ടാവും, കാരണം വിദ്യാർത്ഥി അല്ലല്ലോ, സ്റ്റുഡന്റ് അല്ലല്ലോ, മാറിയല്ലോ. എന്നാലും റീയൂണിയൻ വെക്കുന്നുണ്ട്. 2nd സാറ്റർഡേ ആണ്, ജൂലൈയില് 2nd സാറ്റർഡേ ആണെങ്കിൽ റീയൂണിയൻ. ആ സമയത്ത് ചെല്ലുമ്പോഴും നോക്കണം വിറവല് വരുമെന്ന്. എന്തെങ്കിലും പറയാനൊക്കെ പറയുമല്ലോ, അപ്പൊ വിറവലുണ്ടോന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം. എനിക്ക് എന്തായാലും വിറവല് വരും, അത് 100% ഉറപ്പാണ്. ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ സ്റ്റുഡൻസിനെയും പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു ക്ലാസ്സും അതേ ഒരു എൻവയോൺമെന്റും ആണ് അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പണ്ടത്തെ ആ ഒരു രീതി തന്നെ ചെയ്യാനായിട്ടാണ് പോകുന്നത്. എല്ലാവരും ആ ബെഞ്ചിൽ, സെയിം ബെഞ്ചിൽ ഇരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോ ഗ്രൂപ്പില് വന്നിരിക്കുന്ന വോയിസ്. അപ്പൊ പണ്ടത്തെ ആ ഒരു പുനഃസൃഷ്ടിക്കാനാണല്ലോ അവരുടെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനത് പറഞ്ഞാണ്, കമ്പയർ ചെയ്തതാണ് കേട്ടോ 2 ജനറേഷൻ. അതായത് ഇപ്പോഴത്തെ ജനറേഷനും അതുപോലെ തന്നെ പണ്ടത്തെ ജനറേഷനും തമ്മിൽ നല്ല രീതിയിൽ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, കുട്ടികൾക്ക് അപ്പോഴത്തെ ജനറേഷനിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും, പേടി, റെസ്പെക്ട്, നമുക്ക് ഫ്രീഡം തന്നിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രീഡം അത് പോയിട്ട് ഇനി അതായത് ഈ ഇരിക്കുന്ന ജനറേഷൻ മുതല് ഇനി അത് എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല. കാരണം ഇപ്പോ ഒരു കുട്ടിയോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്ന് വെച്ച് പറഞ്ഞാൽ ആ കുട്ടി മരിക്കാനായിട്ട് ഒരു ടെൻഡൻസി കാണിക്കുക. പിന്നെ അതേപോലെ തന്നെ അവർക്ക് എന്താ പറയാ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ടീച്ചർ എനിക്ക് നല്ലതാണ് പറഞ്ഞു തന്നത് എന്നുള്ള കാര്യം ആ കുട്ടിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ കുട്ടി നേരെ മരിക്കാനായിട്ട് തുടങ്ങുന്ന ആ ഒരു പ്രവണത കാണിക്കുക. പിന്നെ നമ്മള് എന്താ പറയാ, ജനറേഷൻ കുറെ ഇങ്ങനെ മാറി പോവല്ലേ, ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ആ ഒരു റെസ്പെക്ട് കിട്ടില്ല, ഒരു റെസ്പെക്ട് ഇനി കിട്ടുകയില്ല. നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ കാണുമോ എനിക്കറിയില്ല. പിള്ളേരെ ഫുൾ ഡിജിറ്റലി പഠിക്കാനൊക്കെ തുടങ്ങുമായിരിക്കും. നമ്മൾ ഈ ക്ലാസ് റൂമൊക്കെ മാറി കുറെ കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ തന്നെ ഇൻസ്റ്റയിലൊക്കെ AI കുറെ പുതിയ ഇനി ഫ്യൂച്ചർ കാണിക്കുമല്ലോ. അപ്പൊ അതിലൊക്കെ കാണിക്കുന്നുണ്ട് കുട്ടികൾ കംപ്ലീറ്റ്ലി ഡിജിറ്റലും അവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന റോബോട്ടുകളാണ്. അപ്പൊ ആ വീഡിയോ വെച്ച് നല്ല രസമുണ്ട്, അങ്ങനെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനും വിട്ടു. ഇങ്ങനെ വേറൊരു വേൾഡിലാവും കുട്ടികള്. നമ്മൾ ആരുമായിട്ടൊരു റിലേഷൻ ഉണ്ടാവില്ല. നീ കല്യാണം കഴിക്കാൻ വരെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനെ വേണമെന്ന് പറയുമെന്ന് അറിയില്ല. ആ അവസ്ഥയിൽ വരും മിക്കവാറും ഇങ്ങനെ പോയാ. അതായത് കുറേയധികം കാരണങ്ങളുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ ആകുന്നതിന്. അല്ലാതെ ഇങ്ങനെയുള്ള കുറേയധികം എന്താ പറയാ സൂസൈഡ് അറ്റംപ്റ്റ് നടത്താനുള്ള ടെൻഡൻസി, അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള അല്ലെ, ധാരാളം എന്താ പറയാ ക്രൈംസുകൾ. അത് കൊലപാതകം എന്ന് മാത്രമല്ല, ചെറിയ കുറ്റങ്ങൾ
ചെയ്യാറുണ്ടല്ലോ പിന്നെ കുട്ടികള്. അതേപോലെ തന്നെ മിസ്സേ അവയർനെസ് ക്ലാസ് നടത്തിയിട്ടും കാര്യമില്ല. ഒരു കുട്ടിയോട് ഇപ്പൊ ഞാനൊരു ടീച്ചർ ആവാൻ പോകുന്നതാണ്. അപ്പോ എനിക്കിപ്പോ 4th വരെ പഠിപ്പിക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ 8th 9th 10th ആ ഒരു കാറ്റഗറിയിലേക്ക് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ആൺകുട്ടിയോട് നമ്മള് നീ എന്താ ഈ മുടി ഇങ്ങനെ വളർത്തിയിരിക്കുന്നത്, ഈ മുടി ഇങ്ങനെ കെട്ടുന്നത് നല്ല, അല്ലെങ്കിൽ ഈ മുടി എന്താ ഇങ്ങനെ ചുരുണ്ടിട്ട് നിൽക്കുന്നത്, എന്താ കുളിക്കാത്ത പോലെ എങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്ന് നമ്മൾ ക്ലാസ്സിൽ വെച്ചിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അവനെ ഇൻഡിവിജ്വൽ ആയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എന്ന് വെക്കാം. പിറ്റേ ദിവസം അവൻ എന്താ, അല്ലെങ്കിൽ ആ ദിവസം അവൻ എന്താ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ച് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടാണ്. ആ കുട്ടിക്ക് പിന്നെ നമ്മളോട് ദേഷ്യവും വൈരാഗ്യവും പിന്നെ നമ്മളെ അത് കൊല്ലാനുള്ള ആ ഒരു പ്രവണത വരെ അവർ കാണിക്കും. അത് സത്യമാണ്. അതെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ്. ഓക്കെ. അത് ഞാൻ പറഞ്ഞല്ലോ, പലതരം കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാല് കുട്ടികൾ സ്ക്രീനിന്റെ മുമ്പിലാണ് എപ്പോഴും, അല്ലെ? നമ്മളത് അവൈലബിൾ ആക്കി കൊടുക്കുകയാണ്. സ്ക്രീനിന്റെ മുമ്പില് കുട്ടികൾ എപ്പോഴും അതിന്റെ മുമ്പിൽ തന്നെയാണ്. അതാണ് അവരുടെ ലോകം. ഒന്നാമത്തെ കാരണം അതാണ്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാല് അതായത് ന്യൂക്ലിയർ ഫാമിലിയാണ്. മുമ്പെന്ന് പറഞ്ഞാല് ജോയിന്റ് ഫാമിലി ആയിരുന്നു. അതായത് ഇപ്പോ 4 പേരുള്ള കുടുംബമാണെങ്കിലും എന്തെങ്കിലും ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ എല്ലാവരും തമ്മിൽ ഒത്തുകൂടുമല്ലോ. തറവാടുകളിലൊക്കെ ഒത്തുകൂടുന്ന അങ്ങനെയുള്ളത് എന്തെങ്കിലും ഒരു ആഘോഷങ്ങൾ വന്നാല്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടം, എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഫാമിലികൾ തമ്മിൽ എന്താ പറയാ, ആ കുടുംബാംഗങ്ങളൊക്കെ തമ്മിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. ആ ഒരു ഒത്തുചേരലിലൂടെ ഇവർക്ക് പല കാര്യങ്ങളും മനസ്സിലാവുമായിരുന്നു. എങ്ങനെയാണ് മുതിർന്നവർ, അതിനകത്ത് മുതിർന്നൊരു കാരണവരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ വയസ്സിനേക്കാൾ മൂത്തവരായിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരിക്കാം, പിന്നെ കുട്ടികൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ മിഡിൽ ഏജിലുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ഇതെങ്ങനെയാണ് ഇവരോട് റെസ്പെക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവരോട് പെരുമാറേണ്ടത് എന്നൊക്കെ കുട്ടികള് പഠിച്ച് വന്നിരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഒത്തുചേരലിലൂടെയൊക്കെ ഇവർക്ക് കൂടുതലായിട്ട് മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോന്ന് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല്, ഇവര് ഇപ്പോ ഒരു ഫ്ലാറ്റിനുള്ളിലാണ് ഒരു കുടുംബമെങ്കിൽ അവിടുത്തെ കുട്ടി എന്ന് പറയുന്നത് അതിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്, അല്ലെ? പുറത്തോട്ട് പോകുന്നില്ല. ഓക്കെ, ആ ഒരു റൂമിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. മറ്റുള്ള കുട്ടികളുമായിട്ട് കളിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഫാമിലീസുമായിട്ട് ഇന്ററാക്ട് ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് പണ്ടത്തെ ഒരു കുട്ടീനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്കൂള് വിട്ട് വരുന്നു, അവൻ ഫുഡ് കഴിക്കുന്നു, പിന്നെ അവൻ വീട്ടിലിരിക്കുന്നില്ല, നേരെ അവൻ ഗ്രൗണ്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കൂട്ടുകാരന്റെ വീട്ടിൽ പോവുകയോ, ഇവര് തമ്മില് എന്താ പറയാ, അവിടെയുള്ള ആളുകൾ തമ്മിൽ പരസ്പരം, ഇപ്പൊ വലിയ ചേട്ടന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ അനുജന്മാരായിക്കോട്ടെ, ഇവരുമായിട്ടൊക്കെ എന്താണ് കൂട്ടുകൂടി കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് കുട്ടികൾ പഠിച്ചു വരുവാണ് ചെയ്യുന്നത് ഇതിലൂടെ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ വായനയുടെ കുറവ്, റീഡിങ് ഹാബിറ്റ് ഇല്ലായ്മ. ഓക്കെ, കാരണം എന്താ, സ്ക്രീനിന് മുന്നിൽ തന്നെ എപ്പോഴും ഇരിക്കുന്നത്, വായിക്കാൻ എവിടെയാ സമയം, അല്ലെ? അപ്പൊ വായനയിലൂടെ, റീഡിങ്ങിലൂടെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അല്ലെ? ഇപ്പൊ ഒരാളുടെ കഥ എടുത്തു കഴിഞ്ഞാൽ, ഒരാളുടെ മഹാനായ ഒരു വ്യക്തിയുടെ, ഇപ്പൊ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, ആ വായിച്ചു കഴിയുന്ന ആ കുട്ടിയിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു ഫയർ അവിടെ ഉണ്ടാവും, അല്ലെ? അദ്ദേഹത്തെ പോലെ ആകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തെ പോലെ ചെയ്യണം എന്നുള്ളൊരു ഇത് വരും, അല്ലെ? ഇപ്പോ അതും ഇല്ലാതായി മാറി. വായിക്കുന്നത് പോലും, പണ്ടത്തെ ആളുകളുടെ സ്വഭാവ സവിശേഷത കാണുമ്പോൾ ഞാൻ പറയുന്നേ, അവർ വായിക്കുന്നുണ്ടായിരുന്നു, മാത്രമല്ല അവർ മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവൈലബിൾ അല്ല. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല്, കുട്ടികളെ കുറവറിയിക്കാതെ വളർത്തുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോഴത്തെ സൊസൈറ്റി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാരന്റ്സ് എന്ന് പറയുന്നത് എല്ലാവരും കുട്ടികൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക ചെയ്യുന്നത്, അല്ലെ? ഒന്നിന്റെയും കുറവ് അവര് അറിയുന്നില്ല. കുറവ് അറിയാത്തപ്പോ എന്താ സംഭവിക്കുക? അതിന് വില ഉണ്ടാവോ? ഇല്ല. ഒരു സാധനം നമ്മൾ ഈ കുട്ടിക്ക് ആവശ്യത്തിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടില്ലേ, അധികമായാൽ അമൃതം വിഷം. ആവശ്യത്തിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് യാതൊരു വിലയും ഉണ്ടാവില്ല. മറിച്ച് കുറച്ചാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി അറിഞ്ഞിട്ടാണ് അത് കൊടുക്കുന്നതെങ്കിൽ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുള്ളൂ.
അപ്പൊ ഒരു സാധനം അവൻ വന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ എന്ത് ചെയ്യാണ്, നമ്മളത് അത് മേടിച്ചു കൊടുക്കുവാണ്. അപ്പോ അവന്റെ അത് ഒരു എന്താ പറയാ, അതിന്റെ ഒരു വില ചിലപ്പോ അത് ഉണ്ടാകണം എന്നില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, ബെഗ് ചെയ്യുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? ബെഗ് ചെയ്യുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് യാചിക്കുന്നത് അല്ലെ. ആ ബെഗ് ചെയ്യുന്ന കുട്ടിയുടെ പാത്രത്തില് ഒരു പ്ലേറ്റ് ബിരിയാണി ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തോരം സന്തോഷം ഉണ്ടാവും. അവനതിന്റെ വാല്യൂ അറിയാൻ പറ്റില്ലേ? അറിയാൻ പറ്റില്ലേ? അറിയാൻ പറ്റും. കാരണം അതൊക്കെ അവർക്ക് കിട്ടാനില്ല, അതുകൊണ്ടാണ് അത്രയും വാല്യൂ, എന്താ പറയാ, അത്രയും അത് വാല്യുബിൾ ആകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്, ഇത്തരത്തിലുള്ള ഒരു ഘടകങ്ങൾ അല്ലെങ്കിൽ ഒരു ഫാക്ടർ കൊണ്ട് മാത്രം നമുക്ക് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയി തീരുന്നു എന്ന് പറയാൻ പറ്റില്ല. പല ഘടകങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ നേരത്തെ പ്രസീത പറഞ്ഞു പാരന്റ്സ് തന്നെയാണ്, പാരന്റ്സ് ഉണ്ട്. മാത്രമല്ല ഇതുപോലെ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങള് ഇങ്ങനെയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം കൊണ്ട് മാത്രമല്ല പല രീതിയിലാണ് ഇത് കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം അല്ലെ. അടുത്തത് വായിച്ചോളൂ കേട്ടോ നിങ്ങള്. എഫക്റ്റീവ് ടീം വർക്കേഴ്സ് റീഡ് ചെയ്തോളൂ. ആരാ എക്സ്പ്ലെയിൻ ചെയ്യാ വായിച്ചിട്ട്? വായിച്ചു നോക്കൂട്ടോ, എന്നിട്ട് ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോന്ന് വായിച്ചു പറയണോ മാം? ജസ്റ്റ് അതിന്റെ എന്താന്ന് പറഞ്ഞാ പോരെ? ആ മതി മതി, വായിച്ചൊന്നും പറയണ്ട. നമുക്ക് ഈ ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നിങ്ങൾ ഓരോന്നിന്റെ മീനിങ് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അറിഞ്ഞാ മതി എന്താണെന്ന്, ആ ഒരു കണ്ടന്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. Ma'am, can I explain? ഓക്കെ, തവണ പറഞ്ഞോളൂ. വീണ പറഞ്ഞതല്ലേ നേരത്തെ, ഞാൻ പിന്നെ ചോദിക്കാം കേട്ടോ. ഓക്കെ മാം, ഇവിടെ പറയുന്നത് ടീം വർക്കിനെ കുറിച്ച് തന്നെയാണ്. അതായത് നമ്മുടെ സ്കൂളില് കുട്ടികളുടെ മെയിൻ ബെസ്റ്റ് റോൾ മോഡൽസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പൊ നല്ലതായാലും ചീത്തതായാലും കുട്ടികൾ ആരെ കണ്ട് റെപ്ലിക്കേറ്റ് ചെയ്യണം, അതായത് ആരെ കണ്ട് പഠിക്കാൻ ശ്രമിക്കും? നമ്മൾ ടീച്ചേഴ്സിന്. അപ്പോ നമ്മുടെ ആ ഒരു ഡിസിപ്ലിൻ പ്രൊമോട്ട് ചെയ്യുന്നത് അറ്റ് ഫസ്റ്റ് സ്കൂളിൽ ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പൊ നമ്മുടെ സ്കൂൾ സ്റ്റാഫിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു ടീം വർക്ക്, കോർഡിനേഷൻ, ഇത് തന്നെയായിരിക്കും ആര് കോപ്പി ചെയ്യുന്നത്? നമ്മുടെ സ്റ്റുഡൻസ് കോപ്പി ചെയ്യുന്നത്. ഇതൊക്കെ ആരായിരിക്കണം മെയിൻ ആയിട്ട് വീക്ഷിച്ച് നോക്കി റെഡി ആക്കേണ്ടത്? സ്കൂളിന്റെ ഏറ്റവും, അതായത് വളരെ താല്പര്യതയോട് കൂടി നമ്മുടെ ഹെഡ് മാസ്റ്റർ ആയിരിക്കണം ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, ഇവരുടെ ടീച്ചേഴ്സിന്റെ എഫക്ട്സ് ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് ആ സ്കൂളിന്റെ നല്ലതിലേക്ക്, ഏറ്റവും ബെസ്റ്റ് സ്കൂൾ എന്നൊരു നിലയിലേക്ക് അത് എത്തിച്ചേരേണ്ടത്. അപ്പോൾ ഇത് തന്നെയാണ് സ്കൂളിന്റെ ടീം വർക്കാണ് മാം ഇവിടെ മൊത്തം. അവിടുത്തെ കോപ്പറേഷൻ, ഒത്തൊരുമ, സഹകരണം, ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തമന്ന പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് അധ്യാപകർ തമ്മിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് തമ്മിൽ നല്ല രീതിയിലൊരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റുഡൻസിലും പ്രതിഫലിച്ച് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവരിൽ അത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഇപ്പോ ഒരു സ്കൂളില് ടീച്ചേഴ്സ് തമ്മിൽ പരസ്പരം അന്യോന്യം കുറ്റം പറയുന്നു, എന്താ പറയാ, സ്റ്റാഫ് റൂമുകളിൽ കുട്ടികൾ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ വഴക്ക് പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു എന്താ പറയാ പരസ്പരം ഒരു സഹകരണ ഇല്ലായ്മ കണ്ടു കഴിഞ്ഞാല് അത് കുട്ടികൾക്കും, കാരണം നമുക്കറിയാം കുട്ടികളെ എപ്പോഴും റോൾ മോഡൽ ആക്കുന്നത് ടീച്ചേഴ്സിനെയാണ് അല്ലേ? അല്ലേ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ടീച്ചേഴ്സിനല്ലേ റോൾ മോഡൽ ആക്കുന്നേ? അവരെ പോലെ ആകണം, അല്ലെങ്കിൽ അവരുടെ സബ്ജക്ട് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവര് എങ്ങനെയാണോ
അവര് സംസാരിക്കുന്നത് അതുപോലെ ആകാൻ ശ്രമിക്കണം. അവര് ഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ അപ്പിയറൻസ് എങ്ങനെയാണ്, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികൾ കോപ്പി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലെ. അപ്പോ ടീച്ചേഴ്സ് തമ്മിൽ പരസ്പരം ഒരു സഹകരണം അല്ലെങ്കിൽ ഒരു കോപ്പറേഷൻ ഇല്ലെങ്കിൽ അത് കുട്ടികളെ മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. ഈ നല്ല രീതിയിൽ അങ്കണവാടി പഠിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾ പറയും എനിക്ക് അങ്കണവാടി ടീച്ചർ ആവണം അങ്ങനെ പറയാന്നാ. എന്റെ മോള് അങ്കണവാടി പഠിക്കുന്ന സമയത്ത് അവളെ എപ്പോഴും വന്നിട്ട് പറയാം എനിക്ക് അങ്കൻവാടി ടീച്ചർ ആവണം, അങ്കൻവാടി ടീച്ചർ ആവണം എന്നായിരുന്നു. കാരണം ആ ടീച്ചറെ അവര് പറയുന്നത്. അതെ അല്ലേ, അത്രയും ചെറുപ്രായത്തിലെ പറയൂ. എനിക്ക് അറിയില്ല കേട്ടോ കുട്ടികൾ അങ്ങനെ പറയുന്നത്. എന്റെ മോള് പറയാറുണ്ടായിരുന്നു എനിക്ക് അങ്കൻവാടി ടീച്ചർ ആവണ്ടേ, അങ്കൻവാടി ടീച്ചർ ആവണ്ടേ. ഞാൻ എന്നിട്ട് അവള് എനിക്കൊന്ന് 3.5-4 വയസ്സിൽ പറയാറുണ്ടായിരുന്നു എനിക്ക് അങ്കൻവാടി ടീച്ചർ ആവണമെന്ന്. ഇപ്പൊ അവള് 3-ാം ക്ലാസ്സിലാ. അവള് പറയാ എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് ചെവിയുടെ ഡോക്ടർ ആവണം എന്നാ പറയാ. മുമ്പ് അവൾ ആ സമയത്ത് പറയാ എനിക്ക് അങ്കൻവാടി ടീച്ചർ ആവണം എന്നായിരുന്നു. അത് നമ്മുടെ ടേസ്റ്റുകൾ മാറി മാറി വരുമല്ലോ. ചെറുപ്പത്തിൽ ചിലപ്പോൾ ഡോക്ടർ ആവണമെന്നായിരിക്കും ആഗ്രഹം, കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ പോലീസ് ആവണമെന്ന് ആഗ്രഹിക്കും. പിന്നെ കുറച്ചും കൂടി വലുതായി കഴിയുന്ന സമയത്ത് നമ്മുടെ +2 ഡിഗ്രി കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ 10th +2 ഡിഗ്രി ഈ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരാവണം എന്ന് നമുക്ക് ശരിക്കും ഒരു തോന്നല് വരുന്നത്, ഭയങ്കരമായിട്ട് ആഗ്രഹം വരുന്നത്. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മള് പല രീതിയിൽ പലരും ആകാൻ എന്താ പറയാ, ഓരോരോ ചിലപ്പോ ചില മൂവി കണ്ടിട്ടായിരിക്കാം എനിക്ക് അങ്ങനെ ആകണം എന്ന് പറയുന്നത്. മറ്റു ചിലരാണെങ്കിൽ ഇപ്പൊ കസിൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും പൊസിഷനിൽ എത്തിച്ചേരുവാണെങ്കിൽ അവരെ പോലെ ആകണം എന്ന് പറയാറുണ്ട്. പിന്നെ ചിലവർ അവരുടെ ടീച്ചറെ പോലെ തന്നെ ആകണം എന്നും പറയാറുണ്ട്. അപ്പൊ ഏജിനനുസരിച്ച് ഇതിനകത്ത് മാറ്റങ്ങൾ വരുമല്ലോ. അതായത് നമുക്കറിയാം കുഞ്ഞുങ്ങള് കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ അവർക്ക് ഹോർമോണുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരു ഏജ് ഉണ്ട്. ആ ഏജിലാണ് അവരുടെ മെച്യൂരിറ്റി ഹോർമോണൊക്കെ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഡിസിഷൻ വരുന്നത്, എന്താവണം ആഗ്രഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ 10ൽ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ചില തട്ടത്തിമറത്ത് സിനിമയും പറഞ്ഞ പോലെ ചിലത് നമ്മൾ മറന്നാലും ഈശ്വരൻ മറക്കില്ല എന്ന് പറയുന്ന കണക്ക് ഇപ്പൊ ഞാനും ഇപ്പൊ ഐശു പറഞ്ഞുള്ള കൊച്ചിലേ എന്റെ ഉമ്മ എപ്പോഴും പറയും, ഒരു 4-5 വയസ്സ് ആ സമയത്ത് ഒരു തോർത്ത് ചുറ്റി സാരി എന്നും പറഞ്ഞ കയ്യിൽ വടിയും ടീച്ചർ തന്നെ ബോർഡിലൊക്കെ ഈ മതിലൊക്കെ കുത്തി വരച്ച് പഠിപ്പിക്കുക. ആ ഒരു ക്രേസ് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങോട്ടൊക്കെയോ വഴിതിരിഞ്ഞ് വന്നു പോയി. പക്ഷെ ഫൈനലി പഠിച്ചവനത് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് ചിലപ്പോ അതൊരു മിറക്കിൾ, അത് എല്ലാവർക്കും ഉണ്ടാവും തോന്നുന്നു. എനിക്ക് ഈ ഇരിക്കുന്നതിലും ഭൂരിഭാഗം പേരും അങ്ങനെ കളിച്ച് മനസ്സിലൊരു ആഗ്രഹം ഉള്ളവരായിരിക്കും. അതാ ഞങ്ങളൊക്കെ ഇവിടെ എത്തിയത് ഇപ്പോ. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് എന്താ പറയാ, എപ്പോഴും സ്റ്റുഡൻസ് അവരുടെ ടീച്ചേഴ്സിനെ റോൾ മോഡൽ ആക്കാനാണ് ശ്രമിക്കുന്നത്. അത് നല്ലതായാലും ചീത്തയായാലും കേട്ടോ. അപ്പൊ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നല്ലതാണ്. മറിച്ച് ചീത്തയാണ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചേഴ്സ് ചെയ്യുന്നതെങ്കിൽ അത് അവരുടെ മനസ്സിലേക്ക് അത് എടുക്കും. കുട്ടികളുടെ ഡെവലപ്മെന്റിനെ അത് ബാധിക്കാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല ശീലങ്ങൾ അല്ലെങ്കിൽ നല്ല ഹാബിറ്റ്സ് കുട്ടികളിൽ ഉണ്ടാവണമെങ്കിൽ ആദ്യം ടീച്ചേഴ്സിന് നല്ല ഹാബിറ്റ്സ് ഉണ്ടാവണം. ഓക്കെ, കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്താ ചെയ്യട്ടെ, ആദ്യം ടീച്ചർമാര് നല്ലതായിരിക്കണം അല്ലെ. ഓക്കെ, ഇപ്പൊ കുട്ടികളോട് ചെന്ന് പറയുവാണ് നിങ്ങൾ പരദൂഷണം പറയരുത് അല്ലെങ്കിൽ നിങ്ങൾ സൊറ പറയരുത് എന്നൊക്കെ ചെന്ന് പറയുവാണെങ്കിൽ ആദ്യം അത് ടീച്ചർക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പൊ ആദ്യം ടീച്ചറുടെ ആ ഒരു ബാഡ് ഹാബിറ്റ് നിർത്തിയിട്ട് വേണം കുട്ടികളെ ഉപദേശിക്കാനായിട്ട്. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ അല്ലെ, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവരാണ് എല്ലാ ടീച്ചേഴ്സിനെയും നിയന്ത്രിക്കുന്നത്. സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും ഹെഡ് മാസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ടീം വർക്ക് ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഹെഡ് മാസ്റ്റർ എപ്പോഴും ഹെൽപ്പ് ചെയ്യണം, എപ്പോഴും സൂപ്പർവിഷൻ കൊടുക്കണം. ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്നാണെങ്കിലും അവർ നല്ല രീതിയിൽ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാനായിട്ട് ഹെഡാണ് എന്ത് ചെയ്യേണ്ടത്, മുൻകൈ എടുക്കേണ്ടത്. ഇപ്പോ എന്തെങ്കിലും ടീച്ചേഴ്സിന് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിലോ അല്ലെ, നമുക്കറിയാം മാനേജ്മെന്റ് സ്കൂളുകളിൽ പലതരത്തിലുള്ള കംപ്ലൈന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഇപ്പൊ പ്രോപ്പർ ആയിട്ട് എന്താ പറയാ ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ എന്താ പറയാ ചില സൗകര്യങ്ങൾ ഫെസിലിറ്റീസ് ഒക്കെ ഈ ടീച്ചേഴ്സിന് കൊടുത്തില്ലെങ്കിൽ അത് അവരുടെ ഇടയിൽ ഒരു സംസാര വിഷയമാകാനായിട്ട് സാധ്യതയുണ്ട്. ഇത് നമ്മൾ നേരെ ഹെഡിനെയാണ് അറിയിക്കുക, ഹെഡാണ് അത് മാനേജ്മെന്റിനെ അറിയിക്കുക. അപ്പോ
മാനേജ്മെന്റിന്റെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്നും ഒക്കെ നല്ലൊരു സൂപ്പർവിഷൻ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെഡ് ശ്രമിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് എഫക്റ്റീവ് ടീം വർക്ക്സ് കേട്ടോ. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. അടുത്തത് നോക്കാം കേട്ടോ. ബിൽഡിംഗ് അപ്പ് ട്രഡീഷൻസ്. ബിൽഡിംഗ് അപ്പ് ട്രഡീഷൻസും വായിക്കുക, അതുപോലെ തന്നെ ജുഡീഷ്യസ് യൂസ് ഓഫ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് അതും ഒന്ന് വായിക്കുക കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ കമ്പയർ ചെയ്യാം കേട്ടോ. കഴിയുന്നവര് കമ്പയർ ചെയ്യാം. എന്താണ് തമന്ന ബിൽഡിംഗ് അപ്പ് ട്രഡീഷൻ എന്ന് പറഞ്ഞാല്? തമന്ന യെസ് മാം, ബിൽഡിംഗ് അപ്പ് ട്രഡീഷൻ. അതെ, എന്താണ്? സ്ക്രീനിൽ കൂടെ സ്ക്രോൾ ചെയ്യൂ, ടെക്സ്റ്റ് ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ
ഓക്കെ, എനിക്ക് മനസ്സിലായത് പറയാണേ മാം, തെറ്റാണെങ്കിൽ സോറി കേട്ടോ എല്ലാവർക്കും. ഓക്കെ, അപ്പോ ഇത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഓരോ സ്കൂളിന്റെയും എന്താ പറയുക, അവർക്ക് അവരുടേതായ കുറെ കൾച്ചർ ട്രഡീഷൻസ് കാണും, കുറെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതായത് ഒരു സ്കൂൾ ഡിപ്പെൻഡ് ചെയ്ത് അവർ ചെയ്യുന്ന കുറച്ച് സെറിമണീസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഞാൻ ഫസ്റ്റ് പഠിച്ചൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ്. അവിടെ ഉള്ള ഒരു സെറിമണി അവര് ഇപ്പം ധ്യാനമുണ്ട്, ചാപ്പലൊക്കെ ഉണ്ട്. അപ്പൊ അതേപോലെ ഒരു കാത്തോലിക് പ്രെയർ, അതിപ്പോ മതപരമായിട്ട് മാത്രമല്ല, ആ സ്കൂളിന്റെ ഒരു ഇതാണ്. ചിലപ്പോ ചില സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാണാം. മതപരമായിട്ട് മാത്രമല്ല, ആ സ്കൂളിന്റെ ഒരു പ്രത്യേകതയാണത്, അവരുടേതായ ഒരു ഇത് ട്രഡീഷൻ പോലെ. അപ്പൊ ഇപ്പൊ പഠിക്കുന്ന ഒരു ഇസ്ലാമിക് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ തികച്ചും ഡിഫറെന്റ് ആണ്. അവർക്ക് അവരുടേതായ കുറെ സെറിമണീസ്, ഇപ്പോ ഇഫ്താർ ടൈമിലാണെങ്കിലും അവിടെ എന്താ പറയുക, എല്ലാ ദിവസവും പ്രത്യേകം പ്രയേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ സ്കൂൾ ഉള്ള ടൈമിലും എന്താ പറയുക, ഇവിടെയും സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു എന്താ പറയുക ഡിസിപ്ലിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ വക ഒരു ട്രഡീഷണൽ ഗുഡ് ഡിസിപ്ലിന്റെ ഒരു ഭാഗമാണ് ഈ ഇതുപോലുള്ള സ്കൂളിലെ ട്രഡീഷൻസ്. നമ്മൾ അത് കീപ്പ് ചെയ്തത് ജനറേഷൻ ടു ജനറേഷൻ അത് കൈമാറുകയാണ്. നമ്മളൊരു ബാച്ച് പഠിച്ചിറങ്ങുമ്പോൾ അടുത്ത ബാച്ച് വരുമ്പം ഇവിടെ ആ സ്കൂളിൽ ആ ഒരു പ്രോഗ്രാം ഇല്ല എന്നുള്ളതല്ല, അവരത് ഫോളോ ചെയ്ത് ആ ഒരു ടൈം തൊട്ടേ ഇത് തുടർന്ന് ചെയ്ത് വരികയാണ്. ആ സ്കൂള് ഉണ്ടായപ്പോ തൊട്ടേ, ആ സമയം തൊട്ടേ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഓരോ ഇയർ ബൈ ഇയർ ആയിട്ട് അതിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ആചാരം പോലെ. അതാണ് മാം മനസ്സിലായത്. അതെ അതെ, ഞാൻ തമനയെ കൊണ്ട് തന്നെ അത് എനിക്ക് പറയിപ്പിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ്. തമന പറഞ്ഞത് ശരിയാണ് കേട്ടോ. അതായത് തമന ചില എക്സാമ്പിൾസ് പറയുന്നത് കൊണ്ടാണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് തമനയെ കൊണ്ട് പറയിപ്പിച്ചത്. അതായത് ഓരോ സ്കൂളിനും ഓരോ തരത്തിലുള്ള ട്രഡീഷൻസ് ഉണ്ട് അല്ലെ. നമുക്ക് പലതരത്തിലുള്ള സ്കൂളുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഹിന്ദു സ്കൂളുണ്ട്, ക്രിസ്ത്യൻ സ്കൂളുണ്ട്, ഇസ്ലാമിക് സ്കൂളുകളുണ്ട്. ഇവര് ഫോളോ ചെയ്യുന്നത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ട്രഡീഷൻസ് ആണ്. ഓക്കെ, പക്ഷെ ഇവരുടെ ട്രഡീഷൻ എന്ന് പറയുന്നത് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാവുക അല്ലെ രമനെ, ആണോ? അതെ മാം, അതെ. അതായത് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടികളിൽ നല്ല രീതിയിൽ കുട്ടികളെ ഡിസിപ്ലിൻ ആയിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ട്രഡീഷൻസ് എന്ത് ചെയ്യുക, സ്കൂളുകളിൽ നടപ്പിലാക്കുക. അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അത് പണ്ട് തുടങ്ങിയേ ഉള്ളതാണ്, അവര് ഫോളോ ചെയ്ത് വരുന്നതാണ്. ഓക്കെ, ചിലപ്പോ അതിൽ ചില മാറ്റങ്ങൾ വരാം. എന്നിരുന്നാലും നമുക്ക് സ്കൂളുകളുടെ കാര്യത്തിൽ അങ്ങനെ മാറ്റങ്ങൾ വരാനായിട്ട് അങ്ങനെ ചാൻസുകൾ ഇല്ല. കാരണം മുമ്പത്തെ സ്കൂൾ എന്താ പറയാ, പണ്ട് കാലം തുടങ്ങി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണെങ്കിൽ അവർ ചില പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നവരായിരിക്കാം. അവർക്ക് അവരുടേതായിട്ടുള്ള ചില രീതികൾ ഉണ്ടാകാം. അപ്പൊ ഇതൊക്കെ കുട്ടികളിൽ നടപ്പിലാക്കുന്നതിലൂടെ അവര് പ്രോപ്പർ ആയിട്ട് ആ ഡിസിപ്ലിൻ ആണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് കുട്ടികൾക്ക് നല്ലതാണ്. ഈ തരത്തിലുള്ള ട്രഡീഷൻസ് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് കുട്ടികൾക്കും അതുപോലെ തന്നെ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനായാലും വളരെ നല്ലൊരു കാര്യമാണ്. അതായത് ആ കുട്ടികൾ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ആ ചിട്ടവട്ടങ്ങളോട് ആ കുട്ടി പൊരുത്തപ്പെടുകയും ചെയ്യും. ഓക്കെ, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് മാറാനായിട്ട് സഹായിക്കുന്നു. പിന്നെ ഒരു എന്താ പറയാ ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ഈ ഡിസിപ്ലിൻ എന്ത് ചെയ്യും, എന്താ പറയാ കോപ്പി ചെയ്യും അല്ലെ. അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അത് സ്പ്രെഡ് ആവും. അപ്പൊ അതിനും എന്താണ് ഒരു നല്ലൊരു മെത്തേഡാണത് ഈ ഒരു ട്രഡീഷൻ വളർത്തുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് ആ കുട്ടിയെ വെൽ ഡിസിപ്ലിൻ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഓരോ സ്കൂളിനും അവരുടേതായിട്ടുള്ള പാരമ്പര്യങ്ങളുണ്ട്. ഈ പാരമ്പര്യം അല്ലെങ്കിൽ ട്രഡീഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ഡിസിപ്ലിനുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഡിസിപ്ലിൻ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ ആണോ? ജുഡീഷ്യസ് യൂസ് ഓഫ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, അതെന്താണ് നമുക്ക് നോക്കാം. അതായത് ഇവിടെ പറയുന്നത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ ചില പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ എന്താണ് അവരെ അംഗീകരിക്കുകയും അതായത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും വേണം.
ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഇപ്പൊ ഒരു കുട്ടി കവിത എഴുതുവാണ് അല്ലെങ്കിൽ ഒരു കഥ എഴുതുവാണ്, നല്ല രീതിയിൽ അവൻ കഥ എഴുതുന്നുണ്ട് അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അപ്രീസിയേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ആ കുട്ടിയുടെ സ്കില്ലിനെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഓക്കെ, പിന്നെ ചില കുട്ടികൾ ഇത് ചെയ്യുമ്പോൾ മറ്റു ചില കുട്ടികൾക്ക് ചിലപ്പോൾ അത് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പോ അവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇപ്പോ ചെയ്യാൻ സാധിക്കുന്ന ഒരു കുട്ടിയും ചെയ്യാൻ സാധിക്കാത്തൊരു കുട്ടിയും രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ ഒരിക്കലും ഒരാൾക്ക് സ്കിൽ ഉണ്ടെങ്കിൽ ഒരാൾക്ക് സ്കില്ല് കുറവാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാരുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പല പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ട്യൂഷൻ നിർത്തണമെന്നുള്ള ഒരു അഭിപ്രായവും ഇതിനകത്ത് വരുന്നുണ്ട്. പ്രൈവറ്റ് ട്യൂഷൻ നല്ലതാണോ നിങ്ങളുടെ അഭിപ്രായത്തില്? നല്ലതാണോ? ഞാൻ പറയും നല്ലതാണ്. കാരണം ഞാൻ എടുക്കുന്നത് കൊണ്ട് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്റെ വരുമാനം പ്രൈവറ്റ് ട്യൂഷനാണ്. ഞാനിപ്പോ പറയാൻ വന്നതാണ്, കുറെ നാൾ അതുകൊണ്ടാണ് മാം ഇൻകം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് വളരെ നല്ലതാണ്. അഭിപ്രായത്തില് നല്ലതാണ് അല്ലേ? ഞാൻ എന്റെ പക്ഷേ മാം ഇത് നല്ലത് തന്നെയാണ്. പക്ഷെ എനിക്ക് എന്റെ മോൻ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഫ്രഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അവര് ടീച്ചേഴ്സ് ഒരു ഓളത്തിലൊക്കെ പഠിപ്പിച്ചു വിട്ടിട്ട് അവര് പറയുന്നത് നിങ്ങൾ വൈകുന്നേരം ട്യൂഷന് വിട്ടേക്കുക എന്ന് പറയും. അപ്പോ അവര് അങ്ങോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നല്ലതാണെന്ന് നമുക്ക് പറയാം. അതായത് ബൈഹാർട്ട് പഠിക്കുന്ന രീതിയാണെങ്കിൽ നല്ലതാണ് പ്രൈവറ്റ് ട്യൂഷൻ ആണല്ലേ? ശരിയല്ലേ? നിങ്ങൾ പഠിപ്പിച്ചിരുന്ന ആളുകളല്ലേ തമന്റെയും അല്ലെ? നിങ്ങൾ എങ്ങനെയാ കുട്ടികളെ അല്ല, ഞാനും പഠിപ്പിച്ചിരുന്നത്? ട്യൂഷൻ എടുക്കുന്ന ആള് തന്നെയാണ്. ഞാനും ട്യൂഷൻ എടുക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ടീച്ചേഴ്സ് ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട് അല്ലെ? അതായത് കുട്ടികളിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാല് അവരിൽ നിന്ന് തന്നെ അവര് തന്നെ എന്ത് ചെയ്യാ, ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ എന്ത് ചെയ്യാ, ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ ബൈഹാർട്ട് പഠിപ്പിക്കുന്ന ആ ഒരു എന്താ പറയാ ശൈലിയിലൂടെ കുട്ടികൾ കൂടുതൽ അതുമായിട്ടാണ് അറ്റാച്ച്ഡ് ആവുക. അവര് സ്വയം അവരുടെ ബ്രെയിൻ അല്ലെങ്കിൽ അവരുടെ മനസ്സ് പ്രവർത്തിപ്പിക്കണം എന്നില്ല. നമ്മൾ കൊടുക്കുന്ന കാര്യം അവരങ്ങനെ തന്നെ പഠിച്ചു വെക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രൈവറ്റ് ട്യൂഷനെ എതിർത്ത് പറയുന്നത് കേട്ടോ. കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അത് എന്തായാലും അത് ശരിയാണ്. ഞാൻ ഈ നോട്ടീസ് റൈറ്റിംഗിന്റെ എക്സാമിന് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് കൊടുക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ മൊത്തം അവള് പറയും മാം പറയാന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു. ഞാൻ നോട്ടീസ് റൈറ്റിംഗ് എങ്ങനെയാ എഴുതണ്ടേന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇവൾ അതുപോലെ ചെയ്തിട്ട് ഇവൾ അതുപോലെ പഠിച്ചിട്ട് പിറ്റേന്ന് മാം ക്വസ്റ്റ്യൻ ബാങ്കിന്റെ എക്സാം ജസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോ ഇവള് ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ തന്നെ എഴുതി. എന്നിട്ട് മാം ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചോ നീ മാം എന്തെങ്കിലും ചോദിച്ചോ? അന്നേരം പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ ട്യൂഷന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വാക്ക് കിട്ടും. മാം അത് ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ കുട്ടികളെ ബൈഹാർട്ട് പഠിപ്പിക്കത്തേ ഇല്ല കേട്ടോ. ഞാൻ ഇവിടെ ട്യൂഷൻ എടുത്തപ്പോഴും സ്കൂളിലും അതൊരു ഇതായിട്ട് തന്നെ അവരും പറഞ്ഞത്, ടീച്ചർ പഠിപ്പിച്ചാൽ ഞങ്ങൾക്ക് തന്നെത്താനെ എഴുതാൻ കഴിയും. ഞാൻ എന്തേന്നറിയോ, ഇവരെ കൊണ്ട് ഡെയിലി ഡയറി എഴുതിപ്പിക്കും. ഞാൻ പറയും നിങ്ങൾ അന്നന്ന് ഉള്ള കാര്യങ്ങൾ പൊട്ടത്തരായിക്കോട്ടെ, നമ്മളല്ലേ കേൾക്കുന്ന, ഞാനും നിങ്ങളും മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒരു മനുഷ്യനോട് ഞാൻ പറയില്ല എന്ന് പറയും. എന്നിട്ട് ഡയറി എഴുതിപ്പിക്കുമ്പോ ഇവരെല്ലാം എഴുതിക്കൊണ്ട് വരും. ആദ്യം മലയാളം മാത്രം കേട്ടോ. അതേപോലെ ഇപ്പൊ ഇവരൊരു കല്യാണത്തിന് പോയി, അപ്പൊ ഞാൻ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, കല്യാണത്തിന് പോയ അനുഭവം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു കത്ത് എഴുതാൻ പറയും. അപ്പൊ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നടന്ന കാര്യങ്ങളല്ലേ എല്ലാം എഴുതി. പിന്നെ പതുക്കെ ഇംഗ്ലീഷിലും ഈ പണി തന്നെ പ്രയോഗിക്കും. മലയാളത്തിൽ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ നേരെ നിങ്ങൾക്ക് അറിയുന്ന ഈസും വാസും ഒക്കെ തെറ്റട്ടെ, നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതാൻ പറയും. പിന്നെ ഹിന്ദിയും ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു, ഹിന്ദിയും അത് തന്നെ ട്രൈ ചെയ്തു. പക്ഷെ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു കുട്ടികൾക്ക്. അവർക്ക് തന്നെ നല്ലതായിട്ട് അവർക്ക് അവരുടെ കഴിവ് വന്ന് എഴുതാനായിട്ടുള്ള അവരുടെ ക്രിയേറ്റിവിറ്റി വരും. പിന്നെ അതേപോലെ പോസ്റ്റർ പടം വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. ഇപ്പോഴും അതെ, ഞാൻ അസൈൻമെന്റ് എന്റെ 2-3 അസൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞു ഞാൻ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിയേറ്റീവായിട്ട് പടം വരച്ചൊക്കെ ചെയ്യാനേ. അപ്പൊ അത് ബൈഹാർട്ട് ചെയ്യിപ്പിക്കത്തേ ഇല്ല മാം. ഭയങ്കര പാടാണ് അത്, എനിക്കും പാടാണ്, കുട്ടികൾക്കും കൊടുക്കത്തില്ല. നീ പറഞ്ഞ കാര്യം സബ്ജക്റ്റുകളുണ്ട്, മാത്സ് പോലുള്ള സബ്ജക്റ്റുകള്, സയൻസ് പോലുള്ള സബ്ജക്റ്റുകള്, അതൊക്കെ നമുക്ക് കുട്ടികൾക്ക്
പറഞ്ഞു കൊടുത്താലാണ് നമുക്കത് ക്ലിയർ ആവുക. അത് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റുകളല്ലേ. പക്ഷെ നമ്മൾ ലാംഗ്വേജ് ഒക്കെ നമ്മൾ ഇതാക്കുമ്പോൾ അത് കൂടുതൽ അവരുടെ ഇതായിട്ട് അവരുടെ വഴിക്ക് വിടുക. അവരെന്താണോ ചെയ്യുന്നത് അവരോട് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയുമ്പോൾ അവർ തന്നെ അത് എഴുതാനും പറയാനൊക്കെ ശ്രമിക്കട്ടെ. അങ്ങനെ അവരുടെ വഴിക്കായിട്ട് വിടുക കേട്ടോ അത് ചെയ്യിപ്പിക്കുമ്പോൾ. അല്ലെങ്കിൽ കുട്ടികൾ മടിയന്മാരായിട്ട് മാറും. ട്യൂഷൻ ഇല്ലാതെ പറ്റാത്ത ഒരു സ്ഥിതിയാവും പിന്നീടുള്ള, അതായത് നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ +2 ഡിഗ്രി അങ്ങനെയുള്ള ഇതിലൊക്കെ പഠിക്കുമ്പോൾ ട്യൂഷൻ തന്നെ വേണം എന്നുള്ളൊരു ഇത് അവർക്ക് ഉണ്ടാകും. ചെറുപ്പത്തിലേ അങ്ങനെയുള്ളൊരു രീതി ഫോളോ ചെയ്ത് വന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ശ്രമിക്കുക കേട്ടോ. പിന്നെ അത് ഒരു ലാസ്റ്റ് ഒരു സെന്റൻസ്, ഒരു പാരഗ്രാഫ് ചെറുത് പറയുന്നുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ, സമയമില്ല. അപ്പോ അസൈൻമെന്റ് തരാം. 3 ടോപ്പിക്കാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് പേര് പറയാം കേട്ടോ. അപ്പൊ ഞാൻ എഴുതിയെടുക്കും ആരൊക്കെയാണെന്ന്. എലമെന്റ്സ് ഓഫ് കോർഡിനേഷൻ, ഫേസ് ഓഫ്, നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. എലമെന്റ്സ് ഓഫ് കോർഡിനേഷൻ, ഫേസ് ഓഫ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നോക്കിയ നിങ്ങള് എലമെന്റ്സ് ഓഫ് കോർഡിനേഷൻ, ഫേസ് ഓഫ് കോർഡിനേഷൻ, ഇത് രണ്ടും ഒന്നിച്ച് ഒരാള് സെമിനാർ പ്രസന്റ് ചെയ്യുക കേട്ടോ. ഒന്നിച്ച് ചെയ്യാം. ആരാ ചെയ്യാം? വേഗം പറയൂ കേട്ടോ പേര്. മാം ഞാൻ ചെയ്യാം. ഫാത്തിമ ഹാരിസ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് തേഴ്സ്ഡേ MP7. ഞാൻ നന്നായി എഴുതിക്കോളാം. ഓക്കെ മാം നെക്സ്റ്റ് വീക്ക് അല്ലേ? നെക്സ്റ്റ് വീക്ക് ആണ്. ഓക്കെ. Then growth and development ആരാ? Growth and development ഒരാൾ പറയൂ വേഗം. ഞാൻ പറയാം മിസ്. സമീറ അബൂബക്കർ. സമീറ. Okay. Then next meaning and definition of growth. Organization വരെ വേണം കേട്ടോ. Meaning and the definition of growth. Organization വരെ. മാം ഞാൻ ചെയ്യാം. പേരെന്തായിരുന്നു? വീണ ജയേഷ് മാം. വീണ ജയേഷ്. ഓക്കെ മാം, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഗ്രോത്ത് ഇല്ലേ, അപ് ടു ഓർഗനൈസേഷൻ വരെ ചെയ്യണ്ടേ മാം? ഓർഗനൈസേഷൻ വരെ ചെയ്യണം കേട്ടോ. മാം അതുപോലെ തന്നെ കമ്മിങ് തേഴ്സ്ഡേ അല്ലേ മാം? അതെ കമ്മിങ് തേഴ്സ്ഡേ. ഓക്കെ മാം. സമയം ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പോ ഈ 3 പേര് റെഡി ആയിട്ട് വരാട്ടോ ചെയ്യാനായിട്ട്. ഞാൻ എടുത്തതിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. അപ്പോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു. ഗുഡ് നൈറ്റ് മാം. Thank you, ma'am. Thank you. Thank you, ma'am.